എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഉത്സവം നടത്തല? ഈ ഇട്ടാവട്ട നാട്ടിൽ എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ വകയും കൂടി വേണോ ഒന്ന്? അല്ല, നിർബന്ധാച്ചായിക്കോളൂ. പക്ഷെ അതിനകത്തേക്ക് കലക്ടറേയും മജിസ്ട്രേറ്റിനും ഒക്കെ വലിച്ചടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ട് സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല സാർ, ഞങ്ങൾ അതിനിറങ്ങി തിരിച്ചാ സംഗതി വെടിപ്പാവുകയും ചെയ്യും. പക്ഷെ അത്യാവശ്യം ചില ചവിട്ടും കുത്തൊക്കെ ഉണ്ടാവും. 1-2 തലയോടലും വെവ്വേറെ കിടക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ പറഞ്ഞ കളക്ടറും മജിസ്ട്രേറ്റും ഓടിപ്പറഞ്ഞു വന്ന് നിയമം കുന്തം തേങ്ങാക്കുല എന്നൊന്നും പറയില്ല എന്ന് ഉറപ്പ് തരാൻ കഴിയോ? എനിക്കറിയാലോ, ഡൽഹി അല്ലേ? അതെ. എനിക്കങ്ങോട്ട് എടോ താൻ മറന്നു. എടോ JNUവിലുണ്ടായിരുന്ന പഴയ കോങ്ങാട്ടുകാരൻ ഈശ്വരനുണ്ണി. സോറി സാർ. അത് കള. താനെന്താ ഇവിടെ? ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. കണിമംഗലം കോവിലത് ഞാനാ വാങ്ങിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഒരു ആർട്ട് ചാനൽ നടത്തിയിരുന്നത് അതെല്ലാം വിട്ടു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാറിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിസ്ട്രിക്ട് കളക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനാവുക. നമ്മുടെ റൂറൽ SP അശോക് കുമാർ മിടുക്കനാണ്. ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. തനിക്ക് പറ്റും. ഈ തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കില്ല ഞാൻ തീരുമാനിച്ചത് അതിന് കാരണം ഉണ്ടായിട്ട് തന്നെയാ. ഞാൻ കേട്ടു, രണ്ടു കൂട്ടരും തമ്മിൽ അടി നടന്നെന്നോ? നിങ്ങളുടെ മുഖത്തെ ഈ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായതല്ലേ? ഉവ്വ്, വെറുതെ ഒരു വഴക്കുണ്ടായതല്ല, ഉണ്ടാക്കിയതുമല്ല. പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേട്ടു. ഭഗവതിയുടെ തിരുവാഭരണങ്ങളിൽപ്പെട്ട ഒഡ്യാണം നിങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. അത് നിങ്ങളുടെ അളിയൻ ദത്തൻ തമ്പുരാനെ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തെ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഓഹോ. കരിപ്പള്ളി പത്മനാഭൻ, ഒരു എലിഫന്റ് ട്രെയിനർ ആയിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായല്ലോ. വർഷം 3 കഴിഞ്ഞു. ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടങ്ങോ ചരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുളച്ചു കയറിയതെന്നും ഞാൻ പറയല്ല, തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാൻ എന്ത് പറയും? നുണ, ശുദ്ധ നുണ. എന്തായി പറയണേ? കുഴിച്ചു മൂടിയെന്ന് നിങ്ങൾ കരുതിയിരുന്നതൊന്നും കുത്തിപ്പൊക്കിയെടുക്കാൻ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാതിരിക്കാം. ആ ഉത്സവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പ മറ്റേ സ്വഭാവം കാണിച്ചു, മീറ്റിംഗിന് വന്നില്ല. ഇപ്പൊ ഒരു മെസ്സഞ്ചറെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ശരീരസുഖമില്ലാത്തതിനാൽ വരാൻ നിർവാഹമില്ല. അവന്റെ ശരീരത്തിന് അസുഖം ഞാൻ മാറ്റി കൊടുക്കാം. മല അബ്ദുള്ളയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. പൊളപ്പുള്ളി അപ്പന്റെ അടുത്തേക്ക്. നന്ദി വാക്ക് വേണ്ടടോ. ഞാനും ഇപ്പൊ ഒരു കണിമംഗലത്തുകാരനായോ എന്ന് സംശയം. കലക്ടർ ചർച്ചയിൽ അത്ര നിഷ്പക്ഷനൊന്നും ആവില്ല. കമ്മഷോ അല്ല മുമ്പളോ? നമ്മൾ കളി പുറത്തു നിന്ന് കാണും. വണ്ടിയുടെ വാ. സാറിന് എന്നോട് മുഷിവ് തോന്നിയാവോ? തീരെ അങ്ങോട്ട് വയ്യാത്തൊരു ക്ഷീണം, അതുകൊണ്ടാ ഞാൻ. ഏയ് അതൊന്നും സാരമില്ല തമ്പുരാൻ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു മുഖവുരയുടെ ആവശ്യമില്ലല്ലോ. ഏയ് ആവശ്യമില്ല. പക്ഷേ കളക്ടർ സാറിന് മുഷിവ് തോന്നരുത്, അത് നടക്കില്ല. കണിമംഗലത്തേക്ക് തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കണ്ടെന്ന് തന്നെയാ തീരുമാനം. ആ തീരുമാനമാണ് തമ്പുരാൻ പുനഃപരിശോധിക്കേണ്ടത്. അതിപ്പോ എന്റെ മാത്രം അഭിപ്രായമല്ല, ഒരു ട്രസ്റ്റാ ഈ കണ്ട സ്വത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഉടമസ്ഥത കൈയാളുന്നത്. ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായെടുത്ത തീരുമാന. ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കരുത്. എന്താ ചെയ്യാ? ട്രസ്റ്റിലെ ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്നെങ്കിൽ ഉറപ്പ് തരണു, ആഭരണങ്ങൾ കൊടുത്തയച്ചേക്കാം. ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആരൊക്കെ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. കമഷം പോവാം. ഞാനത് അങ്ങനെ പറയാനിരിക്കായിരുന്നു. ഒന്ന് കിടക്കണം, ക്ഷീണം. പപ്പനാവൻ കേസിന് ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കി. സുപ്രീം കോർട്ടിലെ ആളാ, കേട്ട് കാണും. സുഖദേവ് സിംഗ്. ഒരു സിറ്റിങ്ങിന് 1 ലക്ഷം രൂപയാ ഫീസ്. ഒരു നിമിഷം നിൽക്കുക, എനിക്ക് ചിലത് പറയാനുണ്ട്. സുഭദ്രയ്ക്ക് എന്താ വേണ്ടേ? ഏട്ടൻ ക്ഷമിക്കണം. സ്ത്രീകൾ ഉമ്മർത്ത് വന്ന് ആണുങ്ങളുടെ സഭയിൽ സംസാരത്തിന് വരണ പതിവ് കോലോത്തില്ല. ഞാനത് തെറ്റിക്കുക. കളക്ടർ സാർ, തമ്പുരാട്ടിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കാം. പറയൂ.
തിരുവാഭരണങ്ങൾ കണിമംഗലത്തേക്ക് ഉത്സവത്തിനായി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സുഭദ്രേ! ദാ, പതുക്കെ ഒച്ച വെച്ചവരെ ഭയപ്പെടുത്തരുത്. നീ മാത്രം വിചാരിച്ചിട്ട് എന്താ കാര്യം? എന്റെ അഭിപ്രായം അതാണ്. അത്രയും ഞാൻ പറഞ്ഞോളൂ. മിസ്റ്റർ അപ്പം തമ്പുരാൻ, നിങ്ങളുടെ വാക്കിന്റെ വില നിങ്ങൾ കാണിക്കണം. ട്രസ്റ്റിലെ ഒരു മെമ്പറെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആഭരണങ്ങൾ വിട്ടുതരാമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി അച്ചാ പോറ്റി പറയരുത്. ഏട്ടനെ ധിക്കരിച്ചൊന്നും നേടാനല്ല, ആ ഉത്സവം നടക്കണം. എനിക്കതേ ഉള്ളൂ. തമ്പുരാൻ, ഇനി ഒഴിവ് കഴിവുകൾ പറയരുത്. ഇവിടെ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തമ്പുരാട്ടി പറഞ്ഞൊന്നും അങ്ങോട്ട് തലയിൽ കയറിയില്ലെന്നുണ്ടോ? പറയൂ തമ്പുരാൻ. കുളപ്പുള്ളി അപ്പൻ വാക്ക് മാറ്റി പറയില്ല. നടക്കുന്നതേ പറയൂ, പറഞ്ഞത് നടത്തും. ബാപ്പു, ഈ കട ഞാൻ എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ലടോ. വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ബാപ്പുവിന് എന്തിനു കൊള്ളാം സാർ. ഇനി ഒരു അന്യനായിട്ട് കാണരുത്. ഇങ്ങോട്ട് തേടി വന്ന കോടികളെ സലാം പറഞ്ഞ് മടക്കിയ മനുഷ്യനങ്ങള്. എന്റേത് നിങ്ങളെന്നൊരു കണക്ക് നമ്മൾ തമ്മിൽ വേണ്ട. കാര്യം നടക്കട്ടെ. എഴുത്തച്ഛൻ, എടുക്കാം. അമ്പലത്തിന്റെ പുനരുദ്ധാരണം ആകട്ടെ ആദ്യം. ദിവസങ്ങളില്ല. കീഴ്പയ്യൂർ മന വരെ ഒന്ന് പോണം. അവിടുത്തെ വലിയ നമ്പൂരിയെ കണ്ട് പൂജാകർമ്മങ്ങൾക്ക് ആരെയാണെന്ന് വെച്ചാൽ ആളെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ആളെ അയക്കാം. പോയി ക്ഷണിക്കാന്നൊരു ചടങ്ങുണ്ട്. കാര്യപ്പെട്ടവരാരെങ്കിലും പോണം. എന്താ, ഒന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഏയ്, പോകാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ആ, എന്നാ വൈകണ്ട. എന്താ ഇത്? എന്താ പിന്നെ വന്നത്? ശിരോമണികളെ തരുന്നുണ്ട് ഞാൻ. ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ. ഇല്ല, നിന്നോടൊന്നും കൂട്ടില്ല. ആവു, എന്താ കയ്യിലുള്ള തോന്നിയാസം? പോയിക്കൊള്ളാ. അല്ല, തിരുമേനി വരിക, കൊളക്കറയിൽ വരിക, ഒരു സൂത്രം കാട്ടിരുന്നൊക്കെ പറഞ്ഞിട്ടേ നിന്റെ തോർത്തുമുണ്ടായിരിക്കുക എല്ലാരും ചേർന്ന്. ഓണകവാലിന്റെ അറ്റത്തെത്തിയ ഒരു ചെക്കന്റെ കയ്യേ എന്താ ബാലസ് കളിക്കുട്ടി ആവശ്യല്ലേ? അല്ല, ആരാവോ? എവിടെന്നാ? സിനിമ പിടിക്കുന്ന ആൾക്കാരാ? അല്ല, വലിയ തിരുമേനെ ഒന്ന് കാണണം. ഞങ്ങളെ കണിമംഗലത്ത് നിന്ന്. ഊവോ, അങ്ങനെ ചോദിക്കാൻ കാരണണ്ടേ. ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടർ ഒരുപാട് ഇങ്ങോട്ട് വരണണ്ടേ. എന്താ ചെയ്യാ? വലിയ തിരുമേനി എന്റെ ഫാദറേ കടുംപിടുത്ത. ആ വകയൊന്നും ഇതിനകത്ത് വേണ്ടാന്ന്. ഈ വലിയ ഇഷ്ടാ. ഈ നടികളൊക്കെ ഒന്ന് അടുത്ത് കാണാന്ന് വെച്ചാൽ നല്ല രസാണ്. എല്ലാരും വരിക, അകത്തേക്ക് വരിക. എന്താ ചെയ്യാ? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. കണിമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട. കുളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു. പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ, ഇവിടുന്ന് ആരും വന്ന് ശാന്തി പണി ചെയ്യില്ല കേട്ടോ. അതെന്താണാവോ? ഉഗ്രശാപുണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണിനും. അത് തലയിൽ വാങ്ങാൻ ഇവിടുന്ന് ആരും അയക്കാൻ വയ്യ. അനർത്ഥം വിളിച്ചു വരുത്തിലാവൂ അത്. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുമേനി? ഇനി ദിവസങ്ങളില്ല. മാത്രല്ല, ഈ ഇല്ലത്തുനിന്ന് തന്നെ വേണ്ടേ? എനിക്കറിയാം. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ കൊടിയേറ്റ് നടത്തിയത്. അയിനിക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും. അത് ഓരോന്നായി ചെയ്തു വരുന്നു. ഓ, എന്നാ പിന്നെ അതിനേക്കാടും തന്നെ ശാന്തി അങ്ങോട്ട് നടത്തിക്കോട്ടെ. ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുമേനി. തെറ്റിക്കണ്ട, ഇവിടുന്ന് ആരെയും വിടില്ല. അതേ പറഞ്ഞുള്ളൂ. നേരം സന്ധ്യയായി. എനിക്ക് കുളിയും തേവാറുണ്ട്. ഇറങ്ങാം. ഒന്നുകൂടെ തിരുമേനി ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ പോയിട്ട് വേണ്ട, ആലോചിക്കാൻ കൂടുതലൊന്നുമില്ല. കൊളപ്പുള്ളി അപ്പൻ എന്ത് തന്നു, അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു? എനിക്കൊന്നും പറയാനില്ല. അവിടെ ഇറങ്ങിക്കോളുക. കാരണം അവരുടെ പ്രായവും ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ്. എഴുത്തച്ഛ, നമുക്കിറങ്ങാം. വാ. എല്ലാം ഓക്കെ അല്ലേ? ഒരു നിമിഷം നിക്കാ. ദാ വരണ്. നിക്കാ. എന്താ ചെയ്യാ? അച്ഛന്റെ ഒരു സ്വഭാവം അതാ. നിങ്ങള് കേവലാട്ടോ, സമ്മതിച്ചിരിക്കണു. കൊളപ്പുള്ളിയപ്പം വന്നിരുന്നില്ലേ? സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു. ഹൈ, എനിക്കൊരു സിഗരറ്റ് തരുമോ? പിന്നെന്താ ബാപ്പു, ചേട്ടോട് ഇങ്ങോട്ട് തരിക. അല്ലെങ്കിൽ വേണ്ട, ആരെങ്കിലും കണ്ടാ കൊഴപ്പാ. കക്കൂസിൽ വെച്ചാവാ പ്രയോഗം. തിരുമേനി ഈ പൂജയും പരിപാടിയും ഒന്നും പഠിച്ചിട്ടില്ലേ? എന്താ സംശയം? നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും. എന്ത് ചെയ്തിട്ട് ഫലമില്ലേ?
ശപ്പെന്നുള്ള വിളിയാ ബാക്കി. ലേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കണവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. അപ്പൊ നിങ്ങൾ പോവാ? അതെ, നമ്മൾ ഒരുമിച്ചല്ലേ പോണത്. കീഴ്പയ്യൂരിലെ ഒരു വിത്ത് മതി ഞങ്ങൾക്ക്. എന്ത് കാട്ട? എവിടേക്കാ കൊണ്ടുപോകുന്നത്? ബാപ്പു വണ്ടി എടുക്കടാ. എന്നെ കൊല്ലാൻ. അയ്യോ! എന്നെ വിടില്ല. എന്നെ വണ്ടി കയറ്റി വിടില്ല. എന്താടോ മിസ്റ്റർ തമ്പുരാനെ, പോക്കിരിത്തരത്തിനൊരു അതിരിലിടോ. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? ആളെ തട്ടിക്കൊണ്ടുപോവാ, ഒളിപ്പിക്ക. ഭരതനെ സഹിച്ചാവണം അതൊക്കെ ഈ നാട്ടിൽ നടക്കണമെങ്കിൽ. എവിടെ ആ നമ്പൂരിച്ചക്കൻ? അവിടെ എവിടെ? ആരാ? ആരാന്നോ? തന്നോടല്ല. ആരാ അപ്പുറത്ത്? ആരാ അപ്പുറത്ത്? ഇവിടെ വാടാ. എന്താ പറയാൻ? നിന്നൊന്ന് കാണാനാടാ. ഇയാളാണ് ആ നമ്പൂരിച്ചക്കൻ? ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാം. ആ, അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കാനാ? ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല. എനിക്ക് എന്റെ നമ്പൂരിച്ചക്കനെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ തമ്പുരാനോ കിമ്പ്രാനോ ഒന്നും നോക്കില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പെടച്ച് പുഴുക്കുണ്ടാക്കി തിന്നും. ഭരതനെ സയ്യായി പറയണേ. ഭരതനസയ്ക്ക് എന്താ വേണ്ടേ? കുറെ നേരമായി നമ്പൂരി കുട്ടികളെ അന്വേഷിക്കണല്ലോ, ഇവിടെ കിട്ടാനില്ല. പിന്നെ എവിടെ കിട്ടുക? അടുത്തുള്ള മലയാളി പോയി ചോദിക്കാം. ആ തെമ്മാടി മുട്ടുകാലി എണിക്കടാ. എണിക്കടാ എണിക്കടാ എണിക്കടാ. ഞാൻ എണീക്കാം. ആദ്യം ഫോണൊന്ന് എടുക്ക്. ഫോണോ? ആ, നിങ്ങൾക്കുള്ളതാണ്. എന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ? കുവൈറ്റിലുള്ള അളീനാവോ? ഹലോ, ഭരതനോ? ഭരതൻ നിന്റെ അച്ഛൻ ഭരതനെ സൈന്ന് പറയണ. സാർ, സാർ, യെസ് സാർ, യെസ് സാർ. പോകാം ഭരതനസൈ. വേണ്ട സാർ, വരണ്ട. ഞാൻ ആരാ വിളിച്ചത്? ഭരതനസൈ റൂറൽ എസ് പി അശോക് സാർ. എവിടെ? വിലങ്ങനെ അണിയിക്കൂ. സാറെ മാപ്പാക്കണം. ഭരതം പോട്ടെ. ഒറ്റയ്ക്ക് പോരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എന്നെ അറസ്റ്റ് ഗോവിന്ദൻകുട്ടി, എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും. ഗോവിന്ദൻകുട്ടി പറയരുത്. ഗോവിന്ദൻകുട്ടി, ഞാനാണ് ആ നിങ്ങൾ നമ്പൂതിരി. തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഭരതനസൈ, ഇല്ല. ഭരതനസൈ, എന്നെ അറസ്റ്റ് ചെയ്യ്. ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ. വണ്ടി ഭരതനസൈ, അല്ലെങ്കിൽ എല്ലാവരുടെ ജോലിയും പോവും. എന്നെ അറസ്റ്റ് ചെയ്യാൻ. വണ്ടി എടുക്കാൻ പറഞ്ഞ പിന്നെ ഭരതനസൈ, എടുക്കാൻ വേണ്ടി ഞാനാണ് ആ നമ്പൂതിരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്.